ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ സ്വാഗതം ആശംസിക്കാനായിട്ട് ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ എല്ലാമായ പ്രിയപ്പെട്ട ഷാജി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ആനുവൽ ഡേ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായ പുല്ലാങ്കുഴലെന്ന ഒരു വാദ്യത്തിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് കൃത്യമായ ഒരു വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ഒരു പ്രസ്ഥാനമല്ല. ഇത് വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുല്ലാങ്കുഴൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വന്ന് ഒരു കൂട്ടായ്മയായി, പിന്നെ ഓൺലൈനിലൂടെയും വന്നൊരു കൂട്ടായ്മയായി പതുക്കെ നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എല്ലാ പുല്ലാങ്കുഴലിനെ ഇഷ്ടപ്പെടുന്നവരുടെയും അതുപോലെ തൃപ്പൂണിത്തുറയിലെ ആർട്ടിസ്റ്റുമാരുടെ എല്ലാം സഹകരണത്തോടെയാണ്, കലാസ്നേഹികളുടെ എല്ലാം സഹകരണത്തോടെയാണ് ഈ അക്കാദമി നിലനിന്ന് പോകുന്നത്. ഇതിൻ്റെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എൻ്റെ ആദ്യ ഗുരു CP സുഹൃത്ത് സാർ മുതൽ ദിഗ്വിജയ് സിംഗ് ചൗഹാൻ സാർ വരെയുള്ള പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യാജിയുടെ ശിഷ്യനായിട്ടുള്ള ഹിമാൻഷു നന്ദ സാറും അതുപോലെ ദിഗ്വിജയ് സാർ വരെയുള്ള എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇന്ന് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഉദ്ഘാടകനായിട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ കർണാട്ടിക് പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് തൃപ്പൂണിത്തുറയിലെയും കേരളത്തിലെയും അറിയപ്പെടുന്ന സീനിയർ മൃദംഗിസ്റ്റും ആയ ശ്രീ നീലകണ്ഠൻ, തൃപ്പൂണിത്തുറ നീലകണ്ഠൻ സാറാണ്. ഞങ്ങൾ അമ്പയണ്ണ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ മുതലുള്ള പരിചയമാണ്. അദ്ദേഹത്തെ ഈ ഒരു സംഗീത കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും മൃദംഗിസ്റ്റാണ്, അമ്മ പാട്ടുകാരിയാണ്. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സും വലിയ കലാകാരന്മാരുണ്ട്. അദ്ദേഹത്തെ നമ്മളുടെ ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് ഇവിടെ പക്കമേളം വായിക്കാൻ വന്നിട്ടുള്ള കലാകാരന്മാരാണ്. ഇപ്പം മൃദംഗത്തിൽ അമ്പിയണ്ണൻ, തബലയിലെ കൃഷ്ണകുമാർ, കിഷോർ, കീബോർഡ് ഡാഡ്ലി, എല്ലാവരെയും ആർട്ടിസ്റ്റുകൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ശബ്ദം കൈകാര്യം ചെയ്യുന്നത് ഒരു ശബ്ദ കലാകാരനും അതുപോലെ തന്നെ ഒരു ഗായകനും കൂടിയായിട്ടുള്ള അനിലേട്ടനാണ്. അനിലേട്ടൻ ഞാൻ തൃപ്പൂണിത്തുറ വന്നപ്പോൾ മുതലുള്ള പരിചയമാണ്. അനിലേട്ടൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും ഡേവിഡിനെയും എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഇന്നത്തെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരെയും അവർക്ക് നല്ല രീതിയിൽ ഇന്ന് പ്രോഗ്രാം വായിക്കാൻ, കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ 10 പേരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പഠിക്കുന്നത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും എത്ര കീർത്തനങ്ങൾ വേണമെങ്കിലും പഠിക്കാം. പക്ഷെ നമ്മൾ പഠിച്ച ഒരു കീർത്തനം ഒരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ രക്ഷാകർത്താക്കൾ, അവരെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം കാണാനെത്തി ഇവിടെ സഹായിക്കുന്ന സീനിയേഴ്സ് അംഗങ്ങളുണ്ട്.
അതുപോലെ എല്ലാവരെയും, എല്ലാ സ്നേഹിതരെയും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഈ ഹരിമുരളിയുടെ ഫ്ലൂട്ട് അക്കാഡമിയുടെ പേരിലും അതുപോലെ എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ ആനുവൽ ഡേയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇനി നടക്കാൻ പോകുന്നത്. വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സീനിയർ മൃദംഗിസ്റ്റും കൂടിയായ തൃപ്പൂണിത്തുറ നീലകണ്ഠൻ സാറിനെ എല്ലാവരുടെ പേരിലും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നീലകണ്ഠൻ സാറിന്റെ 2 വാക്കുകൾ കേട്ട് നമുക്ക് കാതോർക്കാം. ആദ്യം ഷാജിനെ കുറിച്ച് 2 വാക്ക്, എനിക്കറിയുന്ന വാക്ക് പറയാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഷാജിനെ പറ്റി പറയുകയാണെങ്കിൽ 15 വർഷമായിട്ട്, ഒരു കുറഞ്ഞത് 15 വർഷമായിട്ടുള്ള പരിചയമുണ്ട് എനിക്ക്. അന്ന് തുടങ്ങി ഞങ്ങൾ പരിപാടിക്കുണ്ട്. ഇന്ന് പോലും ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലോ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ കൂടാറുണ്ട്. അന്ന് തുടങ്ങിയുള്ള പരിചയമാണ് ഷാജിയായിട്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പുരോഗതി ഇങ്ങനെ പ്രാപിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ അത്താണി എന്ന് പറയുന്നത് സ്റ്റുഡൻസാണ്. ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെയിൻ അത്താണി. അപ്പോൾ ഗുരുനാഥൻ മാത്രം ഉത്സാഹിച്ചുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഓരോരുത്തരും വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. ഞാൻ ഈ സ്റ്റുഡൻസിൻ്റെ ഒരു പരിപാടി നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ, നല്ല പരിപാടിയായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീനിവാസ കോവിലിൽ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. 1-2 പരിപാടി ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല നിലവാരമായിട്ട് വായിക്കുന്നുണ്ട്. ഒന്നാമത് ഈ പുല്ലാങ്കുഴൽ എന്ന് പറയുന്ന വാദ്യം വയലിൻ പോലെ തന്നെ എനിക്ക് തോന്നുന്നു വയലിനെക്കാട്ടിലും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെന്ന്. ഈ എയർ വരാൻ തന്നെ ആദ്യം പഠിക്കണം അല്ലേ. ഈ എയർ നമ്മുടെ ഈ ചുണ്ടിലിരുന്ന് ഈ എയർ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ രാഗത്തിൻ്റെയും ഭാവത്തിൻ്റെയൊക്കെ കാര്യം വരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ആ സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാലേ നമുക്കത് വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ വാദ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് പഠിക്കാൻ. പിന്നെ നല്ലോണം പഠിച്ച് പിന്നെ ഹിന്ദുസ്ഥാനിയുടെ കാര്യം, ഹിന്ദുസ്ഥാനി ഷാജി ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് ഗുരുക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞു. പിന്നെ ശാസ്ത്രീയ സംഗീതത്തിൽ ആദ്യം ശാസ്ത്രീയ സംഗീതമാണ് ഷാജി പഠിച്ചത്. അതിപ്പോൾ ഒന്ന് നമ്മുടെ വാഴമുട്ടം സുരേഷ്, എൻ്റെ കൂടെ ഒരുപാട് കച്ചേരി വായിച്ചിട്ടുണ്ട് വാഴമുട്ടം സുരേഷ്. പിന്നെ 2 PR മുരളി സാറ്, പിന്നെ പ്രിയദർശിനി, പിന്നെ മരട് നമ്മുടെ എൻ്റെ സുഹൃത്താണ് മരട് മധു. ഇവരെല്ലാവരുടെ അടുത്തും ശാസ്ത്രീയ സംഗീതവും തുടർന്ന് ഇപ്പോൾ വലിയ വലിയ ഗുരുക്കന്മാരുടെ അടുത്ത് ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം 2 ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഹിന്ദുസ്ഥാനി മേഖലയിലുള്ള ഗുരുക്കന്മാരായിട്ട് എനിക്ക് അത്ര പരിചയമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചൂരക്കാട് നമ്മുടെ YMA അവിടെയാണല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ വലിയ വലിയ മഹാന്മാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ പരിപാടികൾ, അവിടെ ക്യാമ്പ് പോലെയും പിന്നെ അവിടെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്, ചർച്ചകൾ ഇതിനെപ്പറ്റി. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുന്നതിൽ ശിഷ്യന്മാരെ അഭിമാനിക്കണം എല്ലാവരും. അതാണ് പ്രധാനമായിട്ട്. അപ്പോൾ അത് തുടർച്ചയായിട്ട് നല്ല സാധകം ചെയ്ത് എല്ലാവരും ഇതിനെ അപ്പണ ബുദ്ധിയോടുകൂടി കണക്കാക്കിയാൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ 50 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഞാനിന്നൊന്നും ആരും ആയിട്ടില്ല, വലിയ ആളൊന്നുമല്ല. എന്നാലും പറയണം, നമുക്ക് ഏറ്റവും പ്രധാനം കേൾവിജ്ഞാനം. കേൾവിജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കച്ചേരി ആണെങ്കിലും ഹിന്ദുസ്ഥാനി കച്ചേരി ആണെങ്കിലും
കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ജ്ഞാനം കിട്ടുക. ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് പ്ലസ് നമ്മൾ കേൾക്കുന്ന ഒരു ഇത്, അതായത് ഓരോ അംശവും നമ്മൾ കേട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ ഏതാണെന്നൊക്കെ. രാഗവിസ്താരമാണെങ്കിലും സ്വരമാണെങ്കിലും കീർത്തനത്തിൻ്റെ സുഖം, സൗഖ്യം, ഇതൊക്കെ ഉണ്ട്. ഓരോന്നിനും ഓരോ ഘടകങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ ഞാൻ പറയണില്ല, കുറച്ചേ പറഞ്ഞുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ടിന് എല്ലാ ഭാഗങ്ങളും ഭാവിയിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.